പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊടക്കാട് കരുവത്തോട് ശ്രീ കാരഗുളികൻ ദേവസ്ഥാനത്താണ്. അത്യപൂർവ തെയ്യക്കോലമായ കാരഗുളികൻ കാണാമെന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഗുളികൻ്റെ കഥയൊന്നറിയാം. ചരിത്രങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ അതീവ പണ്ഡിതനായ ഒരു മുനി ഉണ്ടായിരുന്നു, മൃഗണ്ടുമുനി. സകല സൗഭാഗ്യങ്ങളും ഉള്ള മൃഗണ്ടുമുനിക്ക് പുത്ര സൗഭാഗ്യം മാത്രം ലഭിച്ചിരുന്നില്ല. പുത്രനില്ലാ ദുഃഖം നിരന്തരം മുനിയുടെ മനസ്സിനെ അലട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മുനി പുത്രലബ്ധിക്കായി തൻ്റെ ഇഷ്ടദേവനായ പരമശിവനെ പ്രത്യക്ഷനാക്കാൻ തപസ് ആരംഭിക്കുന്നത്. കാലങ്ങൾ കടന്നുപോയപ്പോൾ തപസ്സിന് ഫലം സിദ്ധിച്ചു. പരമശിവൻ പ്രത്യക്ഷനായി. മഹാദേവൻ ചോദിച്ചു, എന്തു വരമാണ് നിനക്ക് വേണ്ടത്? കേട്ടയുടൻ തന്നെ മൃഗണ്ടുമുനി പറഞ്ഞു, എനിക്ക് ഉത്തമനായ ഒരു പുത്രനെ തന്നാലും ഭഗവാനെ. മുനിയുടെ ആഗ്രഹം കേട്ട പരമശിവൻ തിരിച്ചു പറഞ്ഞു, 100 വയസ്സ് വരെ ജീവിക്കുന്ന ബുദ്ധിശൂന്യനായ ഒരു പുത്രനെ വേണോ നിനക്ക്, അതോ 16 വയസ്സ് വരെ മാത്രം ജീവിക്കുന്ന അതീവ ബുദ്ധിമാനായ ഒരു പുത്രനെ വേണോ നിനക്ക്? മഹാദേവന്റെ വാക്കുകൾ കേട്ട മുനി പറഞ്ഞു, ആയുസ് കുറഞ്ഞാലും വേണ്ടില്ല, ബുദ്ധിമാനായ ഒരു പുത്രനെ തന്നാലും ഭഗവാനെ. അത് കേട്ട കൈലാസനാഥൻ ആഗ്രഹം നടക്കട്ടെ എന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ചു. കാലങ്ങൾ കടന്നുപോയപ്പോൾ മുനിക്കും പുത്ര സൗഭാഗ്യമുണ്ടായി. തൻ്റെ ഇഷ്ടപുത്രനെ മാർക്കണ്ഡേയൻ എന്ന നാമവും മുനി നൽകി. വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ സകല പാണ്ഡിത്യങ്ങളും പുത്രൻ കൈക്കലാക്കി. മഹാപണ്ഡിതനായി മുനിയോളം വളർന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ വയസ്സ് കൂടി. അങ്ങനെ ഇരിക്കെയാണ് മുനി തൻ്റെ മകന് 16 തികയാൻ ഏതാനും നാഴികകളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത്. മുനിയുടെ മനസ്സ് അതീവ സങ്കടത്തിലേക്ക് കടന്നുപോയി. പുത്രൻ്റെ മരണം അടുക്കുകയല്ലോ എന്ന് വ്യാകുലപ്പെട്ടു. അത് മനസ്സിലാക്കിയ പുത്രൻ ഓം നമ ശിവായ എന്നൊരുവിട്ടുകൊണ്ട് അതീവ കഠിന തപസ് ആരംഭിച്ചു. അങ്ങനെ നാഴികകൾ കടന്നുപോയി. അവന് 16 തികഞ്ഞു. തൻ്റെ കർമ്മ ദിവസം ഇന്നാണെന്ന് മനസ്സിലാക്കിയ കാലൻ കാലപാശവുമേന്തി പോത്തിൻ്റെ പുറത്ത് മാർക്കണ്ഡേയൻ്റെ അടുത്തേക്ക് കുതിച്ചു. ഇന്നത്തെ തൻ്റെ കർമ്മത്തിനുള്ള ദേഹം കണ്ട കാലൻ കാലപാശം മാർക്കണ്ഡേയൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു. കാലനെ കണ്ട മാർക്കണ്ഡേയൻ പേടിച്ച് ഭയന്ന് ശിവലിംഗം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പക്ഷേ കാലപാശം നേരെ ചെന്ന് വീണത് ശിവലിംഗത്തിലായിപ്പോയി. കൈലാസത്തിൽ നിന്നിതറിഞ്ഞ മഹാദേവൻ അതീവ കോപിഷ്ഠനായി. തുടർന്ന് തൃക്കണ്ണ് തുറന്ന് കാലനെ ഭസ്മമാക്കി. പക്ഷേ അവിടെ വെച്ച് ആരംഭിച്ചത് ഒരു കാലനില്ലാത്ത കാലമായിപ്പോയി. സകല ചരാചരങ്ങളും ജനിക്കുന്നതല്ലാതെ മരിക്കുന്നില്ല എന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഭൂമിദേവിക്ക് പോലും തൻ്റെ ഭാരം താങ്ങാൻ പറ്റാത്തൊരവസ്ഥ കടന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് ലോകം മുഴുവൻ മഹാദേവൻ്റെ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചു, ഭഗവാനെ സംഹരിക്കാനൊരു ശക്തി തന്നാലും. അങ്ങനെ പ്രാർത്ഥന കേട്ട പരമശിവൻ അങ്ങനെയിരിക്കെ പരമശിവൻ്റെ പെരുവിരൽ പിളർന്നുണ്ടായ ഒരു രൂപമാണ് ഗുളികൻ. കാലൻ്റെ കടമകൾ നിറവേറ്റാൻ പരമശിവൻ ഗുളികനെ ചുമതലപ്പെടുത്തി ഭൂമിയിലേക്ക് അയച്ചു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന സാക്ഷാൽ ഗുളികൻ ദൈവം. വടക്കേ മലബാറിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടനവധി ഗുളികന്മാരെ കാണുവാൻ സാധിക്കും. അങ്ങനെ 101 ഗുളികന്മാരുണ്ട് എന്നാണ് വിശ്വാസം. ആ 101-ൽ അതീവ പ്രാധാന്യമേറിയ ഒരു ഗുളികനാണ് കാരഗുളികൻ. തൊട്ടാൽ ചോര പൊടിയുന്ന കൂർത്ത കാരമുള്ളിലേക്ക് എടുത്തു ചാടുന്ന ഒരു തെയ്യക്കോലമാണ് കാരഗുളികൻ. Okay. പൊത്തുന്ന പറയുന്നത്
അവസാനം വരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം.